പ്രിയമുള്ളവരെ, നാം ഒരുപാട് മനഃശാസ്ത്രത്തെ പറ്റി കേട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ മനഃശാസ്ത്രം, പുരുഷന്റെ മനഃശാസ്ത്രം, കുട്ടികളുടെ മനഃശാസ്ത്രം. എന്നാൽ പണത്തെ പറ്റിയിട്ടുള്ള പണത്തിന്റെ മനഃശാസ്ത്രം പറയുകയാണ് പ്രശസ്തനായ എഴുത്തുകാരൻ മോർഗൻ ഹസൻ അദ്ദേഹത്തിന്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിലൂടെ. ഈ പുസ്തകത്തിലൂടെ ഈ പണത്തിനോടുള്ള നമ്മളുടെ സമീപനത്തിന് നമ്മൾ വലിയ ഇന്റലിജന്റ് ഒന്നും ആവേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഇൻവെസ്റ്റർ വാറൻ ബഫറ്റും പറയുന്നത്. വാറൻ ബഫറ്റിന് ഏകദേശം 86 ബില്യൺ ഡോളറിന്റെ ആസ്തിയുണ്ട്. ഇതിൽ അദ്ദേഹം 82 ബില്യൺ ഡോളറും സമ്പാദിച്ചത് അദ്ദേഹത്തിന്റെ 65 വയസ്സിന് ശേഷമായിരുന്നു. 65 വയസ്സ് വരെ വാറൻ ബഫറ്റ് ഇത്രയും സമ്പാദ്യത്തിന്റെ ഉടമ ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാറൻ ബഫറ്റ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ലോങ് ടേമിലേക്ക് വളരെ കാത്തിരുന്ന് നല്ല കമ്പനികളിൽ നിക്ഷേപിച്ചാൽ, വിവിധ ഇനം കമ്പനികളിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഒരു സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ്. വാറൻ ബഫറ്റ് ഏകദേശം 500ഓളം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നാൽ അദ്ദേഹം നേട്ടം കൊയ്തത് നിസ്സാരമായിട്ടുള്ള വിരലിലെണ്ണാവുന്ന കമ്പനികളിലൂടെയും ആയിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ മുൻപിലുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് സേവിങ്സ് തുടങ്ങാം, പതുക്കെ വൃത്തിയായി പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഗ്രാജുവലി ദീർഘകാലം കൊണ്ട് സമ്പന്നനും ആവാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.